ഹലോ ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സസ്, പ്രസന്റേഷൻ, വർക്ക് ഫ്രം ഹോം ഒക്കെ വളരെ സുപരിചിതമായ വാക്കുകൾ നമുക്ക് മാറിക്കഴിയും. ഈ കാലഘട്ടത്തിൽ വളരെ ആപ്റ്റായ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സാംസങ് ഗാലക്സി സീരീസിലുള്ള S6 Lite ടാബ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ വെൽക്കം ടു നോട്ട് റിവ്യൂസ്. അൺബോക്സിംഗ് വീഡിയോ കണ്ടതുപോലെ തന്നെ ടാബിന് പുറമെ ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ്, വാറന്റി കാർഡ്, ചാർജർ, ഒരു സി ടൈപ്പ് കേബിൾ അവൈലബിൾ ആണ്. അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ അഥവാ കണ്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 4GB 64GB വൈഫൈ ഓക്സ്ഫോർഡ് ഗ്രേ വേരിയന്റ് ആണ്. കോസ്റ്റ് കട്ട് ചെയ്യാനായിരിക്കണം സാംസങ് അതിൽ ഒരു AMOLED സ്ക്രീനിന് പകരം TFT സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ബോഡി ടു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് 81.6% ആണ്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. 224 ppi വിത്ത് 1200x2000 പിക്സൽ റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. TFT സ്ക്രീൻ ആണെങ്കിൽ കൂടി വളരെ മികച്ചിരിക്കുന്ന ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് സാംസങ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടാബ്ലറ്റിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, നോയ്സ് ക്യാൻസലേഷൻ, ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആക്കിയാണ് വിട്ടിരിക്കുന്നത്. ടോപ്പിലേക്ക് പോകുമ്പോൾ ഒരു സ്പീക്കർ, മൈക്രോഫോൺ, ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൂടി കാണുന്നു. ഒട്ടുമിക്ക ഫോണിനും ടാബ്ലറ്റിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന 3.5mm ജാക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് 3.5mm ജാക്ക് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇതിൻ്റെ വയർലെസ് ഹെഡ്ഫോൺസ് ഒക്കെ വളരെ ചീപ്പായി അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് 3.5mm ജാക്ക് എന്തോ ഒരു കംഫർട്ടബിൾ ആണ്, ഒരു സെക്യൂർ ഫീലിംഗ് ആണ് തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്താവുന്നതാണ്. ബോട്ടം പാർട്ടിൽ ഒരു സ്പീക്കറും ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടും കാണാം. ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത് സി ടൈപ്പ് നോർമൽ ചാർജർ ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ബാക്ക് സൈഡിൽ വരുമ്പോൾ മാറ്റ് ഫിനിഷ് അലൂമിനിയം ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയുമായി വൈഫൈ ആൻറ്റിന നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. AKG ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് സറൗണ്ട് ഫീച്ചേഴ്സ് കൂടി വരുമ്പോൾ സൗണ്ട് എക്സ്പീരിയൻസ് വളരെ മികച്ചു നിൽക്കുന്നതാണ്. ഇതിൻ്റെ സൗണ്ട് വളരെ ലൗഡും ക്ലിയറും പിന്നെ നല്ല ബാസും കൂടി തരുന്നതാണ്. कैसे आना हूँ? अपनी जायदाद का मुआयना करने आए हो? ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ S Pen തന്നെയാണ്. ചാനൽ റിവ്യൂ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയതും ഇതിന്റെ S Pen കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇതിന്റെ S Pen സ്ലൈറ്റ്ലി ഡാമേജ്ഡ് ആയിരുന്നു, പക്ഷേ സാംസങ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്ത് തരുകയും ചെയ്തു. ഓൺലൈൻ റിവ്യൂസ് നോക്കിയപ്പോൾ ഈ ഇഷ്യൂസ് കുറെ പേര് റേസ് ചെയ്തിട്ട് കണ്ടു. ഇതിന്റെ S Pen ചാർജ് ചെയ്യുകയോ ബാറ്ററി റീപ്ലേസ് ചെയ്യുകയോ ആവശ്യമേ. ഔട്ട് ഓഫ് ദ ബോക്സ് Android 10 ആണ് വരുന്നത്. അതിന്റെ കൂടെ സാംസങ്ങിന്റെ UI ആയ One UI 2.1 യൂസർ ഇന്റർഫേസും കൂടി വരുന്നു. One UI പറ്റി പറയുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ആഡ്സോ ആപ്സോ അതിൽ വരുന്നില്ല. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ടാബ്സോ മൾട്ടിപ്പിൾ ടാസ്കിങ്ങോ വരുമ്പോൾ വളരെ സ്മൂത്ത് ആയാണ് ടാബ്ലറ്റ് റൺ ചെയ്യുന്നത്. ഇതിന്റെ ഗെയിമിംഗ് റിവ്യൂയിലേക്ക് നമ്മൾ പോയില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിന്റെ ഗെയിമിംഗ് റിവ്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്ന ഈ ടാബിന് ഇന്ത്യൻ മാർക്കറ്റ് വില 27,999 ആണ്. അത് ഇതിന്റെ വൈഫൈ വേർഷനും LTE പ്ലസ് വൈഫൈ വേർഷൻ വരുന്നത് 31,999 ആണ്. ഇതിന്റെ കോമ്പറ്റേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S5e അതിന്റെ വില മാർക്കറ്റിൽ 24,999 ആണ്. അതിന്റെ കൂടെ പക്ഷേ ഒരു സ്റ്റൈലസ് അല്ലെങ്കിൽ S Pen സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെയുള്ളത് 7th ജനറേഷൻ ആപ്പിൾ ഐപാഡ് ആണ്. അതിന്റെ വില 29,999 ആണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റൈലസ് അല്ലെങ്കിൽ അതിന്റെ S Pen നിങ്ങൾ ഒരു 8,500 കൊടുത്ത് എക്സ്ട്രാ മേടിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 10.4 ഇഞ്ച് TFT സ്ക്രീൻ, 1200x2000 പിക്സൽ റെസൊല്യൂഷൻ, 1.7 GHz, 2.3 GHz Exynos 7 octa-core processor with 4GB RAM. ഇതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്, വൈഫൈ വേർഷൻ, LTE വേർഷൻ. 64 or 128GB ഇന്റേണൽ സ്റ്റോറേജ്, അത് അപ് ടു 1TB എക്സ്പാൻഡബിൾ ആണ്. ക്യാമറ 8 MP റിയർ ക്യാമറ, 5 MP ഫ്രണ്ട് ക്യാമറ, ഒരു 7040 mAh ബാറ്ററി, 15V USB Type-C ചാർജർ, ഡ്യുവൽ AKG സ്റ്റീരിയോ സ്പീക്കേഴ്സ്. സോഫ്റ്റ്വെയർ വരികയാണെങ്കിൽ ആൻഡ്രോയിഡ് 10 വിത്ത് സാംസങ് One UI 2.0 ആണ്. കളർ വേരിയൻസ് ഓക്സ്ഫോർഡ് ഗ്രേ, അങ്കാറോ ബ്ലൂ, ഷിഫോൺ പിങ്ക്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മിഡ് റേഞ്ച് ടാബ്ലറ്റിൽ ഏറ്റവും അഫോർഡബിളും മികച്ചു നിൽക്കുന്ന ടാബ്ലറ്റ് തന്നെയാണ് സാംസങ് ഗാലക്സി S6 Lite എന്ന് പറയുന്നത്. ഈ ടാബ്ലറ്റിന്റെ ഒരു ഇൻ ഡെപ്ത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇൻ അവർ കമന്റ് ബോക്സ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ നിവേദ്. സീ യു ലേറ്റർ.